അഖിലേന്ത്യാ നേതൃത്വത്തെ വെല്ലുവിളിച്ച് അണികളെ തെരുവിലിറക്കി വി ഡി സതീശൻ. തിരുവനന്തപുരത്തും കോട്ടയത്തും തൃശൂരിലും കോഴിക്കോട്ടുമെല്ലാം വി ഡി അനുകൂല പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. മുസ്ലിം ലീഗ് പിന്തുണയോടെയാണ് പലയിടത്തും വി ഡി അനുകൂലികൾ തെരുവിലിറങ്ങിയത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ വി ഡി അനുകൂലികൾ കെ സി വേണുഗോപാലിന്റെ ഫ്ലക്സ് വലിച്ചുകീറി. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ താനല്ലെന്ന് വരുത്തി തീർക്കാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിരിക്കുകയാണ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി ചർച്ചയുടെ ഭാഗമായി ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും ഫ്ലെക്സ് സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്ന വി ഡി സതീശൻ ഫേസ്ബുക്കിലൂടെ അഭ്യർത്ഥിച്ചിട്ടും അണികൾ കേട്ടിട്ടില്ല. പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങളിൽ നിന്ന് പ്രവർത്തകർ പിന്മാറണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിട്ട് തടിതപ്പാൻ ശ്രമം നടത്തിയെങ്കിലും സംസ്ഥാനത്തുടനീളം കണ്ടത് വി ഡി സതീശൻ അനുകൂലികളുടെ പ്രകടനമാണ്. തിരുവനന്തപുരത്ത് സാമൂഹ്യ കൂട്ടായ്മയുടെ പേരിൽ നടന്ന പ്രകടനത്തിൽ കെ സി വേണുഗോപാലിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ചിത്രമുള്ള ഫ്ലെക്സും വി ഡി സതീശൻ അനുകൂലികൾ കീറി. കോട്ടയം പാമ്പാടിയിൽ വി ഡി സതീശൻ അനുകൂലികൾ പ്രകടനം നടത്തി. പാമ്പാടി നഗരത്തിൽ നടത്തിയ പ്രകടനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. നിലമൊരുക്കി വിത്ത് വിതച്ച് പരിപാലിച്ചവൻ വിളവെടുക്കട്ടെ എന്നെഴുതിയ ബാനറുകളുമായിട്ടായിരുന്നു പ്രവർത്തകരുടെ പ്രകടനം. കരുനാഗപ്പള്ളിയിൽ മതേതര കേരളം വി ഡി സതീശനൊപ്പം എന്ന ബാനറോടെ ബഹുജന റാലി സംഘടിപ്പിച്ചു. മലബാറിലെ വിവിധ ജില്ലകളിലും വി ഡി സതീശനെ അനുകൂലിച്ച് UDF പ്രവർത്തകർ റാലി നടത്തി. റാലിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു ഏറെയും. മലപ്പുറം നഗരത്തിൽ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി UDF പ്രവർത്തകർ വി ഡി സതീശനെ അനുകൂലിച്ച് പ്രകടനം നടത്തി. വി ഡി സതീശന് വേണ്ടി തൃശൂരിലും പ്രകടനം നടത്തി. DCC ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ സംഘടിച്ചതോടെ ഓഫീസ് താഴിട്ട് പൂട്ടി. ഓഫീസിന് മുന്നിൽ സംഘടിച്ച വി ഡി സതീശൻ അനുകൂലികൾ മുദ്രാവാക്യം വിളിച്ചു. മുസ്ലിം ലീഗ് പിന്തുണയോടെയാണ് സംസ്ഥാന വ്യാപകമായുള്ള പ്രകടനങ്ങൾ നടന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം.